എന്താണ് കൂത്താട്ടുകുളത്തെ പോലീസ് എനിക്കെതിരെ കേസെടുക്കാൻ വൈകുന്നത് എന്താണെന്നുള്ളത് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഞങ്ങൾ പോകുന്ന ഇടങ്ങളിലെല്ലാം ഇല്ലാത്ത കാര്യത്തിൻ്റെ പേരിൽ, നടക്കാത്ത കാര്യത്തിൻ്റെ പേരിൽ പോലീസ് FIR ഇടുന്നത് നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അപ്പോൾ കൂത്താട്ടുകുളത്തും അതുതന്നെയാണ് സംഭവം ഉണ്ടായത്. അവിടെ വനിതാ കൗൺസിലറെ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയി. ആ സംഭവവുമായി ബന്ധപ്പെട്ട് മകളും മകനും കൊടുത്ത പരാതിയിൽ പോലീസ് നടപടിയെടുക്കുന്നില്ല. ആളെ കണ്ടെത്താൻ വൈകുന്നതുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ സമരമുണ്ടായി. ആ സമരത്തിൻ്റെ പേരിൽ പോലീസ് കേസ്. പോലീസിനെ എവിടെ ഞങ്ങൾ ആരെങ്കിലും ആക്രമിച്ചോ? ഏതെങ്കിലും സ്ഥലത്ത് അവിടെ ആക്രമിക്കുന്ന ഏതെങ്കിലും ഒരു വിഷ്വൽ നിങ്ങളുടെ കയ്യിലുണ്ട്? അതൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായും വൈകാരികമായി പോലീസിനോട് സംസാരിച്ചിട്ടുണ്ടാകാം. അതിൻ്റെ പേരിലെല്ലാം കേസെടുക്കുകയാണെങ്കിൽ എത്രയോ സ്ഥലത്ത് എത്രയോ ആളുകൾക്കെതിരെ കേസെടുക്കും. കേസെടുത്തൊന്നും ഞങ്ങൾ ആരെയും പേടിപ്പിക്കാമെന്ന് പോലീസോ സർക്കാരോ കരുതണ്ട. പിണറായി വിജയന്റെ പോലീസ് അങ്ങനെ കേസെടുത്താൽ വിരണ്ടു പോകുന്ന പാർട്ടിയും വിരണ്ടു പോകുന്ന നേതാക്കന്മാരുമല്ല കോൺഗ്രസിന്റെ നേതാക്കന്മാർ, പ്രത്യേകിച്ചും എറണാകുളത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെന്ന് ഈ സർക്കാർ മനസ്സിലാക്കിയാൽ നല്ലതാണ്. പിന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിന്റെ വീഴ്ച ഗുരുതരമായ വീഴ്ചയല്ലേ അവിടെ ഉണ്ടായത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിട്ട് പോലും കലാരാജുവിനോ കോൺഗ്രസിന്റെ UDFന്റെ കൗൺസിലർമാർക്കോ കൗൺസിൽ ഹാളിലേക്ക് വരാനുള്ള സാഹചര്യം ഒരുക്കാൻ എന്തുകൊണ്ടാണ് പോലീസിന് കഴിയാതിരുന്നത്? പോലീസിന്റെ സാന്നിധ്യത്തിലാണ് കലാരാജുവിനെ മുടിക്കുത്തിന് ചുഴറ്റി അവരെ വസ്ത്രാക്ഷേപം നടത്തി വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോകുന്നത്. DYSPയും മൂവാറ്റുപുഴ DYSPയും അതുപോലെ തന്നെ കൂത്താട്ടുകുളം CIയും മറ്റ് CIമാരും എല്ലാം ഉൾപ്പെടെ നിൽക്കുന്ന സ്ഥലത്ത് നിന്നാണ് അവരെ കൊണ്ടുപോകാൻ സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത്. ആരെ കൊണ്ടുപോയത്? മുനിസിപ്പാലിറ്റിയുടെ വാഹനത്തിൽ. ആ വാഹനം ഓടിച്ച മുനിസിപ്പാലിറ്റിയുടെ ഡ്രൈവർ അല്ല, CPMന്റെ DYFIയുടെ ബ്ലോക്ക് സെക്രട്ടറിയാണ് ആ വാഹനം ഓടിച്ചത്. ആ വാഹനം ഓടിച്ച ആ വാഹനത്തിൽ ഈ CPMന്റെ ഗുണ്ടകൾക്ക് കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോകാനുള്ള അവസരം ഒരുക്കി കൊടുത്തത് പോലീസും ഈ ഉദ്യോഗസ്ഥന്മാരും ഒക്കെയാണ്. അപ്പോൾ പോലീസിന്റെ വീഴ്ച മറച്ചു വയ്ക്കാൻ ഞങ്ങൾക്കെതിരായി കേസെടുത്തുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ കോടതിയിലും അതുപോലെ ജനങ്ങൾക്ക് മുമ്പിലും നിങ്ങൾ മറുപടി പറയേണ്ടി വരും. കേസെടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഈ സമരത്തെ ദുർബലപ്പെടുത്താനുള്ള ശ്രമം സ്വീകരിച്ചത് കൊണ്ടോ CPMന്റെ നേതാക്കന്മാരുടെ കൊലവിളി പ്രസംഗം നടത്തിയത് കൊണ്ടോ ഒന്നും ഈ സമരം ദുർബലപ്പെട്ടു പോവുകയില്ല. കലാരാജുവിന്റെ പരാതി ഇല്ലാതാകാനും പോകുന്നില്ല. ആ പരാതി ഗൗരവമുള്ള പരാതിയാണ്. മണിക്കൂറുകളോളം, ഏകദേശം 6 മണിക്കൂറുകളോളം അവരെ CPMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ കൊണ്ടുവന്ന് ഇരുത്തിയത് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മുഴുവൻ അറിയാം. ആലുവ അഡീഷണൽ SP-ക്കും ഈ വിവരങ്ങൾ മുഴുവൻ അറിയാം. CPM ഏരിയ സെക്രട്ടറിയുടെ ഫോണിൽ 2 പ്രാവശ്യം കലാരാജുവുമായി പോലീസ് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സംസാരിച്ചത് അവർക്കറിയാം എവിടെയാണ് ഇരിക്കുന്നതെന്ന്. അവരുടെ മക്കളോട് വിളിച്ചു പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ നിൽക്കുമ്പോഴാണ് മകനോട് വിളിച്ചു പറയുന്നത്, ഞാൻ ഏരിയ കമ്മിറ്റി ഓഫീസിലുണ്ട്. അപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും അറിയുന്നത് ഇവർ ഏരിയ കമ്മിറ്റി ഓഫീസിലാണെന്ന്. സ്വാഭാവികമായും ആ ഏരിയ കമ്മിറ്റി ഓഫീസിലുള്ള അവരെ അവിടെ നിന്ന് മോചിപ്പിക്കണമെന്ന് ഞങ്ങൾ വളരെ വൈകാരികമായി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. പോലീസ് അപ്പോഴും അത് ചെയ്തില്ല. അതിനുശേഷം 1.5 മണിക്കൂറിന് ശേഷമാണ് CPM നേതാക്കന്മാർ അവരെ വീട്ടിൽ കൊണ്ടുവന്നാക്കുന്നത്. അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് അവർ പോയി. ആ വീട്ടിൽ നിന്നാണ് പോലീസ് അവരെ ആശുപത്രിയിലാക്കുന്നത്. അപ്പോൾ എത്രത്തോളമാണ് പോലീസിന്റെ വീഴ്ച? ഗുരുതരമായ വീഴ്ചയാണിത്. അതായത് ഒരു ജനപ്രതിനിധിക്ക്, പ്രത്യേകിച്ചും ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിക്ക് ജനാധിപത്യ അവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷൻ മുനിസിപ്പൽ കൗൺസിൽ ഹാളിൽ വന്ന് ആ മുനിസിപ്പൽ കൗൺസിൽ ഹാളിൽ നടക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കാനോ ആ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കാനോ അവർക്ക് യാതൊരു തരത്തിലുള്ള സംരക്ഷണവും നൽകുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവര് ആരുടെ ഒപ്പമാണ്? ഈ CPMന്റെ ഈ അക്രമകാരികളായിട്ടുള്ള ഈ തെമ്മാടിക്കൂട്ടങ്ങളുടെ ഒപ്പമാണ് പോലീസ്, അല്ലെങ്കിൽ കോടതിയുടെ ഒപ്പമാണ്? ഇതാണ് ഞങ്ങളുടെ ചോദ്യം. കലാരാജുവിനെ കോൺഗ്രസ് സംരക്ഷിക്കുകയാണ്, കുതിരക്കച്ചവടം നടത്തി, കോൺഗ്രസിന്റെ സംരക്ഷണം ഇപ്പോൾ ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ തുടരുകയാണ് എന്നൊക്കെയാണ് CPM ജില്ലാ സെക്രട്ടറി അടക്കം ഇന്നുകൂടെ പറഞ്ഞത്. ഇല്ല, അത് ദുർബലമായ ആരോപണങ്ങളാണ് CPMന്റെ. കലാരാജു കോൺഗ്രസിനോടൊപ്പമാണെന്നുണ്ടെങ്കിൽ ഇവരെന്തിനാണ് ഭയക്കുന്നത്? അവര് വളരെ കൃത്യമായി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, CPM ഓഫീസിൽ കൊണ്ടുവന്ന് അവരെ ഇരുത്തി അവരുടെ വീഡിയോ അവരറിയാതെ വീഡിയോ ചിത്രീകരിച്ച് അവർക്കിഷ്ടമുള്ള ഭാഗങ്ങൾ മാത്രം പുറത്തുവിട്ട് ഇത് കുതിര കച്ചവടമാണ്, ഞങ്ങൾ പണം കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എന്ത് അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ്? CPM ജില്ലാ സെക്രട്ടറിയുടെയും CPM ഏരിയ സെക്രട്ടറിയുടെയും വാദമുഖങ്ങൾ. എവിടെയാണ് പണം കൊടുത്തിട്ടുള്ളത്? അത് തെളിയിക്കാൻ ഏത് രീതിയിലാണ്
അവർക്ക് ജനങ്ങൾക്ക് മുമ്പിൽ ഇത് തെളിയിക്കാൻ പറ്റുക? ഈ ദുർബലമായ ആരോപണങ്ങളാണ്. അവർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അവർ കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നിട്ടില്ല, കോൺഗ്രസിനോട് അനുബന്ധിച്ച് പ്രവർത്തിക്കാൻ അവർ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ അവരോട് CPM കാണിച്ച ക്രൂരതയുണ്ട്. അവരുടെ വീട് ഉൾപ്പെടെ അവരുടെ സ്ഥലവും മറ്റും അവർക്ക് ലഭിച്ച പണവും മറ്റും CPM ആസൂത്രിതമായി കൈക്കലാക്കിയ മാഫിയ സംഘമുണ്ട്. അവർക്കെതിരായി നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞ് അവർ കൊടുത്ത പരാതിയിൽ തീരുമാനമെടുക്കാത്ത CPM ജില്ലാ നേതൃത്വമാണ് ഇപ്പോൾ അവർ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി അവർക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ വന്നു എന്നൊക്കെ ദുർബലമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായി ഈ വിഷയങ്ങൾ, കലാരാജുവിന് എന്താണ് പ്രശ്നം, ആ പ്രശ്നങ്ങൾ അറിയാവുന്ന ഈ CPMന്റെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള CN മോഹൻ അടക്കമുള്ള ആളുകൾ, ആ ആളുകൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരു വിഷയമുണ്ടല്ലോ. അത് CN മോഹൻ തന്നെ പറഞ്ഞല്ലോ, സാമ്പത്തികപരമായി അവർക്ക് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ആരാണുണ്ടാക്കിയത്? CPMന്റെ ഏരിയ കമ്മിറ്റി അംഗവും സഹകരണ ബാങ്ക് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടാക്കിയ ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ CPM ജില്ലാ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ആ പരിഹാരമുണ്ടാക്കാൻ കഴിയാതെ ഇവരുടെ സ്ഥലവും ഇവരുടെ വീടും അതുപോലെ ഇവരുടെ പണവും കവർന്നെടുത്തു കൊണ്ടുപോയ ഈ മാഫിയകളായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുന്നവർ ഏത് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളും ഉന്നയിക്കും. അവർ ഒരു തരത്തിലും, ഇവർ പുറത്തുവിട്ട വീഡിയോ പോലും അവരത് പറഞ്ഞിട്ടില്ല. അവർ പറയുന്നത് ഇവരുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ ഭൂമിയുമായി ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഞങ്ങൾ അന്വേഷിക്കാം, അതിന് പരിഹാരമുണ്ടാക്കാം എന്ന് പറയുന്നതല്ലാതെ ഒരു സ്ഥലത്തും അവർ പണം കൊടുത്തു എന്ന് ഒരു സ്ഥലത്തും അവർ പറയുന്നില്ല. അപ്പൊ ഇതൊക്കെ ആരോപണങ്ങൾ, ഇത് തുടക്കം ഈ സംഭവം നടന്നതിന് ശേഷം CPM ആലോചിച്ചുണ്ടാക്കിയ ആസൂത്രിതമായിട്ടുള്ള ആരോപണങ്ങളാണ്. അത് തന്നെയാണ് കൊലപാതക രാഷ്ട്രീയത്തിലും CPM നടത്തുന്നത്. അതും ഇത് തന്നെയാണ്. കൊലപാതകം നടന്നാൽ അവര് വേറെ ആരെങ്കിലും മാഷ അല്ല സ്റ്റിക്കർ ഒട്ടിക്ക്, അല്ലെങ്കിൽ ഇന്നോവ കൊണ്ടുവരെ, ഇതൊക്കെ ചെയ്ത് അവരിത് SDPI ആണെന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് ആണെന്നോ RSS ആണെന്നോ വരുത്തി തീർത്ത് അവരുടെ ആളുകളെ അവർ തന്നെ കൊലപ്പെടുത്തുന്നതും മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളെ കൊലപ്പെടുത്തിയതിനു ശേഷം മറ്റാളുകളുടെ തലയിൽ കെട്ടിവെക്കുന്നതൊക്കെ നമ്മൾ നിരന്തരം കണ്ടിട്ടുള്ളവരാണ്. അക്രമകാരികളായി കൊലപാതകളായിട്ടുള്ള ആളുകൾക്ക് സംരക്ഷണം കൊടുക്കുന്നതും അവർക്ക് സ്വീകരണം ഒരുക്കുന്നതും ജയിലിൽ അവർക്ക് സംരക്ഷണം ഒരുക്കുന്നതും എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ CPMന്റെ ഈ ദുർബലമായ വാദമുഖങ്ങളും ആരോപണങ്ങളും ആസൂത്രിതമായിട്ടുള്ള ഈ കള്ളത്തരങ്ങളും കേരളത്തിലെ ജനങ്ങൾ കൂത്താട്ടുകുളത്ത് നടന്ന സംഭവത്തിന്റെ പേരിൽ തിരിച്ചറിയും. അത് കലാരാജു കോടതിയിൽ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ്, ഒരു സ്ത്രീയാണ്, 25 വർഷക്കാലം CPMനോടൊപ്പം നിന്നവരാണ്, സ്വന്തം അമ്മയെ പോലെ സഹോദരിയെ പോലെ കാണേണ്ട ഒരു സ്ത്രീയെ ഈ തെമ്മാടിക്കൂട്ടങ്ങൾ SFIക്കാരെയും DYFIക്കാരെയും വിട്ട് അവരുടെ മടിക്കുത്തിന് കയറി പിടിച്ച് അവരുടെ വസ്ത്രാക്ഷേപം നടത്തി അവരെ മുടിക്കുത്തിന് പിടിച്ച് അവരെ അടിച്ചും ഇടിച്ചും കൂടെ നിർത്താമെന്നുള്ള CPMന്റെ വാദമുഖങ്ങൾ അതെല്ലാം ഇന്ന് തകർന്നിരിക്കുകയാണ്. അതിൽ അസമാധാനമുണ്ടായ ആളുകളാണ് ഈ അടിസ്ഥാനരഹിതമായിട്ടുള്ള കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഇതൊന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. പിന്നെ ഒരു കേസല്ലേ ഇപ്പൊ എടുത്തിട്ടുള്ളൂ, ഞങ്ങൾക്കെതിരായി കേസുകൾ എടുക്കട്ടെ. ഇപ്പൊ കോതമംഗലത്ത് എത്ര കേസാണ് എടുത്തത്? 6 കേസാണ് എടുത്തത്. ഇവിടെ കോടതിയിൽ നിലനിന്നു കേസ്. കോടതി പോലും, മജിസ്ട്രേറ്റ് കോടതി പോലും ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി ജാമ്യം തന്നു. ഹൈക്കോടതി പോലും ജാമ്യം തന്നു. അതിനപ്പുറത്ത് എറണാകുളത്ത് കോർപ്പറേഷൻ മുമ്പിൽ നടത്തിയ സമരം, ആ സമരത്തിൽ പോലും എത്ര കേസുകളാണ് എടുത്തത്? റോട്ടിലിറങ്ങിയാൽ, കോൺഗ്രസ് ഒരു കൊടിയുമായി റോട്ടിലിറങ്ങിയാൽ കേസെടുക്കുന്ന ആളുകൾക്ക് അവർ കേസെടുക്കട്ടെ. എത്ര കേസുകൾ എടുക്കും? കേസെടുക്കട്ടെ. അങ്ങനെ കേസെടുത്താൽ ഞങ്ങൾ പിന്മാറി പോകുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ സമരവീര്യം ഇല്ലാതാകുന്ന ആളുകളാണ്. അങ്ങനെയൊന്നും ഭയപ്പെടുത്താമെന്നോ ഭീഷണിപ്പെടുത്താമെന്നോ പിണറായി വിജയനല്ല, പിണറായി വിജയന്റെ അപ്പൻ വന്നാലും നടക്കില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.